നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീഡിയോ എടുത്ത ദിവസം 5/1/2025 ഞായറാഴ്ച രാവിലെ ഏകദേശം ഒരു 6:45 ആയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഈ സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ടൈം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും റോഡിൽ. മിക്ക സ്ഥലത്തും ഇപ്പം സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എവിടെയെങ്കിലും വെച്ച് KSRTC ബസ്സോ പ്രൈവറ്റ് ബസ്സോ ഒക്കെ നിർത്തി കഴിഞ്ഞാൽ അത്ര സമയം നമ്മുടെ നഷ്ടപ്പെടും. നമ്മളിപ്പോൾ നേരെ കടമ്പാട്ടുകോണം ഭാഗത്തോട്ടുള്ള കാഴ്ചകളാണ് കണ്ടത്. അപ്പം ഇവിടുന്ന് നേരെ തിരിഞ്ഞ് നേരെ ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള അപ്ഡേറ്റാണ്. 31/12/2025 കരാർ അവസാനിക്കുന്നത്. നമുക്ക് നേരത്തെ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം എന്താണ്ട് ഇവിടെ ഇപ്പം ഫ്ലൈ ഓവർ കയറുന്നതിന് മുമ്പ് ഇവിടെ ഇപ്പം ഹൊറിസോണ്ടലായിട്ട് തന്നെ നമുക്കിപ്പം താഴെ അവർ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇനിയിപ്പം മണ്ണിട്ട് തുടങ്ങുന്ന പണി ഉടനെ തുടങ്ങും. നമ്മളിപ്പോൾ ചാത്തന്നൂരിൽ നേരെ മുമ്പോട്ട് പോവുകയാണ്. മേവറം വരെയുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. 31/12/2025 കരാർ അവസാനിക്കുന്ന ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 6 മാസം കൊണ്ട് തന്നെ പണി പൂർത്തിയാക്കാൻ നോക്കുകയാണെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ചാത്തന്നൂർ കഴിഞ്ഞ് പിന്നെ കൊട്ടിയം ഭാഗത്തോട്ടൊക്കെ നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ വീഡിയോസിന് മുമ്പേ കൊല്ലം ബൈപ്പാസിനകത്ത് മങ്ങാട് പാലത്തിൻ്റെ മാത്രമുള്ളൊരു വീഡിയോ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഏറ്റവും കൂടുതൽ വർക്ക് പിന്നെ പുരോഗമിക്കേണ്ടത് ശിവാലയ കമ്പനിക്ക് നമ്മൾ ചാത്തന്നൂർ കഴിഞ്ഞിട്ട് പിന്നെ കൊട്ടിയം ഉമയനല്ലൂരിലോട്ട് പോകുന്ന ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുക എന്നുള്ള പണിയാണ് പിന്നെ ഏറ്റവും കൂടുതൽ പണിയുള്ളതെന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്ത് ഇപ്പം പണി അതിവേഗത്തിലായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു റീച്ച്, അതായത് കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെ ശിവാലയ കമ്പനി കരാറേറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ 68% മുകളിലായിട്ട് തന്നെ പണി പുരോഗമിച്ചിട്ടുണ്ട്. നമ്മളിപ്പം നേരെ തിരുമുക്കിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇപ്പം അത്യാവശ്യം ഇവിടെ കുറച്ചും കൂടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞേച്ച് നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതലും സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ കടത്തിവിടുന്നത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ചിലപ്പം ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നും ഒക്കെ വാഹനങ്ങൾ കയറി ഇറങ്ങി പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ തിരുമുക്ക് ഭാഗം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തെത്തുമ്പം ഇച്ചിരി കെയർഫുള്ളായിട്ട് വരാൻ ശ്രമിക്കുക. പിന്നെ ദാണ്ട് ഇവിടെ വലതുഭാഗത്ത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തൊക്കെ മണ്ണിട്ട് നിരത്തുന്ന പണിയായിരുന്നു. സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ പൂർത്തിയായെങ്കിൽ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗമൊക്കെ കുറച്ച് ടാറിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്തിക്കര പാലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ വലത്തേ സൈഡിൽ കാണുന്ന ചെറിയൊരു കുന്ന് പോലുള്ളത് അതിപ്പോഴും നിലവിൽ കുന്നിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന പണിയും പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ടായിരിക്കും റോഡ് പണിഞ്ഞു വരുന്നത്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇടത്തേ സൈഡിൽ മെറ്റിലുമായിട്ട് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്ന് കിടക്കുകയാണ്. സൺഡേ ആയിട്ട് പോലും നല്ല രീതിയിലുള്ള പണിയുണ്ട്. ഞാനൊരു 4-4:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം വരുന്ന വഴിക്ക് വെളുപ്പാങ്കാലത്തും പണി നടക്കുന്നുണ്ട്, രാത്രിയിലും പണി നടക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ ഒരു ഇത്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ തന്നെയാണ് ശിവാലയ കമ്പനിയുടെ ടാറിങ്ങിൻ്റെ പ്ലാന്റും സ്ഥാപിച്ചിരിക്കുന്നത്. ഇത്തിക്കര പാലത്തിൻ്റെ നിർമ്മാണം ഏകദേശം ഒരു 95% പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ കാവനാട് പാലം 90%, മങ്ങാട് പാലം 90%, നീരാവിൽ പാലം 70%. ഇത്രയും പാലങ്ങളേ ഉള്ളൂ. പാലങ്ങളുടെ നിർമ്മാണം ഈ പറഞ്ഞ രീതിയിൽ ഇത്രയും ശതമാനത്തോളം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണമാണ്. പാരിപ്പള്ളി, ചാത്തന്നൂർ, കല്ലുന്താഴം, കാവനാട് ഇത്രയും ഫ്ലൈ ഓവറുകൾ 90%തോളം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കൊട്ടിയത്തെയും മേവറത്തെയും 70%, 80%ആയിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലക്കാട് ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ 2 സൈഡിലും ഇവിടെ മുതൽ പിന്നെ 2 സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുതൽ നമ്മുടെ പഴയ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് പുതിയ മണ്ണ് കൊണ്ടുവന്നിടുകയും പിന്നെ മെറ്റിൽ കൊണ്ടുവന്ന് ഇറക്കി നിരത്തുന്ന പണികളും ഈ ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതിവേഗത്തിലായിട്ടുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റീച്ചിലെ അണ്ടർപാസുകളുടെ എല്ലാം നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അണ്ടർപാസിൻ്റെ സൈഡിൽ വരുന്ന റിട്ടേണിംഗ് വാളിൻ്റെ ഉയർത്തുന്ന പണികളൊക്കെയാണ് പിന്നെയും പുരോഗമിക്കാനുള്ളത്. മഴയൊക്കെ ഇനി 2-3 മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ രാത്രിയും പകലും എല്ലാം നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പം ഈ ഒരു ഭാഗത്തൊക്കെ മൈലക്കാട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണാമായിരുന്നു, നമ്മൾ ഈ അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളൊക്കെ പഴയ റോഡിൽ കൂടിയായിരുന്നു കടന്നു പോകുന്നത്. ഇപ്പം 2 സൈഡിലും സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് നിരത്തുന്ന പണികൾ ഈ ഒരു ഭാഗത്തും നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇത്തിക്കര പാലത്തിൻ്റെ അടുത്ത് അണ്ടർപാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവിടെ പുതിയ അണ്ടർപാസ് വരുമോ എന്നുള്ള കാര്യം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ റിപ്പോർട്ട് വന്നതിനകത്ത് അണ്ടർപാസുകളുടെ എല്ലാം നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇത്തിക്കര പാലം കഴിഞ്ഞോ അതിന് മുമ്പോ ചിലപ്പം വേറെ പുതിയ അണ്ടർപാസ് വരാനുള്ള സാഹചര്യം ഇല്ല.
ഇപ്പോൾ ഈ ഒരു റീച്ചിൽ വന്നിപ്പം പുതിയതായിട്ട് വീഡിയോ എടുക്കാനുള്ള പ്രധാന വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 1-ാം തീയതി ഞാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോയായിരുന്നു. പോയിട്ട് ബസ്സിനകത്ത് തിരിച്ചു വന്നപ്പോഴാണ് ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞായിട്ട് അറിയുന്നത്. അതേപോലെ തന്നെ തിരിച്ചു വന്നപ്പം നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോകമായിട്ടുള്ള പണികളാണ്. തിരുവനന്തപുരം ഭാഗത്തൊന്നും വലിയ രീതിയിലുള്ള പണിയില്ല. ഇനി അത് ഏതെങ്കിലും വേറെ കമ്പനിക്ക് ചിലപ്പം മാറ്റി കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമ്മൾ മൈലക്കാട് കഴിഞ്ഞ് ഇപ്പം കൊട്ടി എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇത്രത്തോളം പണി പുരോഗമിച്ചിരിക്കുകയാണ്. നമ്മുടെ മീഡിയൻ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മെഷീനും ഉണ്ട്. മാത്രമല്ല ഇവിടെ ഇത്രയും പണി പുരോഗമിച്ചിരിക്കുകയാണ്. ഇത്രയും ഭാഗത്ത് 6 വരിപ്പാതയുടെ വീതിക്ക് വേണ്ടിയിട്ട് ടാറിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ മഴ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവർ കൊട്ടിയം ഭാഗത്തോട്ട് എത്രത്തോളം മണ്ണിട്ട് ഉയർത്താവോ അത്രത്തോളം മണ്ണിട്ട് ഉയർത്തിയിട്ട് മെറ്റിലിട്ട് നിരത്തിയിട്ട് ടാറിങ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം കൊട്ടി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ദാണ്ട് ഇവിടെ ഒരു എക്സിറ്റ് കാണാൻ പറ്റും. അപ്പോൾ കൊട്ടി എത്തുന്നതിന് മുമ്പായിട്ടുള്ള അവസാനത്തെ എക്സിറ്റാണ്. നമ്മൾ കൊട്ടിയത്തുനിന്ന് കണ്ണനല്ലൂർ പോകേണ്ടവർ, അല്ലെങ്കിൽ കൊട്ടിയത്തുനിന്ന് ലെഫ്റ്റ് എടുത്ത് പുള്ളിച്ചിറ ഭാഗത്തോട്ട് പോകേണ്ടവർ, അല്ലെങ്കിൽ ഡ്രീംസ് മാളിലോട്ട് പോകേണ്ടവരോ എല്ലാം ആ ഒരു ഇപ്പോൾ കണ്ട എക്സിറ്റ് എടുത്തിട്ട് വേണം ഇറങ്ങി അങ്ങോട്ട് സർവീസ് റോഡിലോട്ട് കയറി പോകാൻ. അല്ലെങ്കിൽ നമ്മൾ നേരെ മുകളിൽ കൂടെ കയറി ഇറങ്ങി ഉമയനല്ലൂർ ഭാഗത്തോട്ട് പോകും. പിന്നെ വലിയ വാഹനങ്ങളിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഉമയനല്ലൂരിലെ അണ്ടർപാസ് വഴി നമുക്ക് തിരിച്ചിറങ്ങി വരാൻ പറ്റത്തില്ല. ഉമയനല്ലൂരിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അടുത്ത എക്സിറ്റ് എടുത്തിട്ട് ചെറിയ വാഹനങ്ങളാണെങ്കിൽ ഉമയനല്ലൂരിലെ അണ്ടർപാസിൽ കൂടെ കറങ്ങി തിരിഞ്ഞു വരാം. അല്ലെങ്കിൽ വലിയ വാഹനങ്ങളാണെങ്കിൽ പിന്നെ നമ്മൾ നേരെ മേവറം ഭാഗത്ത് പോയിട്ട് എക്സിറ്റ് എടുത്ത് തിരിച്ച് സർവീസ് റോഡിൽ കൂടി ഇറങ്ങി വരേണ്ടി വരും. അപ്പം ഇതാണ് ഈ ഒരു ഭാഗത്തേക്ക് അപ്ഡേറ്റ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി ഇത്രത്തോളം മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. മണ്ണിട്ട് ഉയർത്തി നിരപ്പാക്കുന്ന പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ കൊട്ടിയം ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ്. നേരത്തെ കണ്ടതുപോലൊക്കെ തന്നെയാണ് ഇപ്പം കൊട്ടിയം ഭാഗത്തെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലത്തേ സൈഡിലായിട്ട് തന്നെ 5 തൂണുകളിലായിട്ട് നിർമ്മാണം കഴിഞ്ഞ് മുകളിലത്തെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടത്തേ സൈഡിലായിട്ട് 5 തൂണുകൾ ഇതേപോലെ തന്നെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കൊട്ടിയും കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് പോകുന്നിടത്താണ് പിന്നെ പണി ആക്റ്റീവായിട്ട് നടക്കുന്നത്. ഇത്രയും ഭാഗത്ത് പിന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഉമയനല്ലൂർ എത്തുന്നതിന് മുമ്പും അതിനിടയ്ക്കുള്ള സ്ഥലമാണ്. അപ്പം അവിടെയാണ് പിന്നെ അത്യാവശ്യം നല്ല പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ കണ്ട് ഇത്രയും ഭാഗത്ത് പഴയ റോഡ് ഇപ്പോഴും നിലവിലുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ 2 സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പം വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. കൊട്ടിയം ജംഗ്ഷൻ കഴിഞ്ഞേച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെ ഇവിടെ ഇത്രയും പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പട്ടരിമുക്ക് വരെയാണ് ഇപ്പം ഈ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പട്ടരിമുക്ക് കഴിഞ്ഞാൽ പിന്നെ നേരെ ഉമയനല്ലൂർ അണ്ടർപാസ്, അത് കഴിഞ്ഞാൽ പിന്നെ മേവറം വരെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ വലിയ പണികളൊന്നും പുരോഗമിച്ചിട്ടില്ല. മേവറം ഭാഗത്ത് കുറച്ചും കൂടെ പണി പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതാണ്ട് ഈ പട്ടരമുക്ക് എത്തി ഉമയനല്ലൂർ അണ്ടർപാസ് കയറുന്നിടം വരെ നമ്മൾ പഴയ വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളുണ്ട്. ഇവിടെ താണ്ട് ഇത്രയും മണ്ണിട്ട് ഉയർത്തി എടുത്തിട്ടുണ്ട്. കണ്ട വലത്തേ സൈഡിലും എല്ലാം എപ്പോഴും മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വർക്കേഴ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റരുത്. എങ്കിലും വെളുപ്പിനെ വന്ന സമയത്ത് അത്യാവശ്യം നല്ല പണിയൊക്കെ പല സ്ഥലങ്ങളിലും കൊല്ലം ബൈപ്പാസ് ഭാഗത്തുമൊക്കെ പണി പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഉമയനല്ലൂർ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഇത്രത്തോളം പണി പുരോഗമിച്ചിരിക്കുകയാണ്. കുറേ നാളിന് മുമ്പേ ഫിനിഷ് ആയതാണ്. എങ്കിലും നമ്മൾ ചാത്തന്നൂർ മുതൽ മേവറം വരെ ഉള്ളത് കാണിക്കുമ്പോൾ ഇവിടെ മിസ്സാക്കിയിട്ട് കാണിക്കുന്ന ശരിയുള്ള കാര്യമല്ലല്ലോ. അപ്പം ഇനി ഇവിടുത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിക്കണം. പിന്നെ 2ാം ഘട്ട ടാറിംഗ് ഉണ്ട്, ഫൈനൽ ലെയർ ടാറിംഗ് ഒക്കെ ഉണ്ട്. അതേപോലെയുള്ള പണികളാണ് ഇവിടെ ഇനി പുരോഗമിക്കാനുള്ളത്. പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ചാത്തന്നൂരിൽ നിന്ന് കടമ്പാട്ടുകോണം പോകുന്ന ഭാഗത്ത് പല സ്ഥലങ്ങളിലുമായിട്ട് തന്നെ ഫൈനൽ ലെയർ ടാറിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ കല്ലുവാതക്കൽ എത്തുന്നതിന് മുമ്പുള്ള ഷീമാട്ടി ജംഗ്ഷൻ ഭാഗത്തൊക്കെ ഫൈനൽ ലെയർ ടാറിങ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെയൊക്കെ പണി പുരോഗമിച്ചതിന് ശേഷം കല്ലുവാതക്കലിലെയൊക്കെ അണ്ടർപാസിൻ്റെയൊക്കെ ഭാഗത്തേക്ക് പണികൾ ഒരുപാട് പുരോഗമിക്കാനുണ്ട്. പിന്നെ പാരിപ്പള്ളി ഭാഗത്ത്, പിന്നെ നമ്മുടെ ടോൾ പ്ലാസ വരുന്ന ഭാഗത്തൊക്കെ പണി കുറച്ചും കൂടെയൊക്കെ പുരോഗമിച്ചിട്ട് കടമ്പാട്ടുകോണം മുതൽ ചാത്തന്നൂർ വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കാം. അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മതി. കുറച്ചും കൂടെയൊക്കെ കഴിയുമ്പം ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ അവിടുത്തെ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ മേവറം ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ കാണുന്ന ഗർഡറുകൾ നമുക്കിപ്പം വലത്തേ സൈഡിൽ കാണാം. അത് കൊട്ടിയം ഭാഗത്തേക്കുള്ള ഗർഡറുകളാണ്. അപ്പോൾ കൊട്ടിയം ഭാഗത്തോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ ഇത്രയും 5 തൂണുകളുടെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ്.
നമ്മൾ പിന്നെ മേവറം ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് മേവറം മുതൽ കാവനാട് വരെയാണ്. അപ്പോൾ മേവറം ഭാഗത്ത് നമ്മൾ മേവറം ഭാഗത്തെ ഫ്ലൈ ഓവറിൻ്റെ 2 സൈഡിലുമായിട്ട് വരുന്ന സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി അന്ന് ശകലം തുടങ്ങിയതേ ഉള്ളായിരുന്നു. ഇപ്പോൾ അവിടെ കുറച്ചും കൂടെ പണി പുരോഗമിച്ചിട്ടുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇത്രത്തോളം പണി പുരോഗമിച്ചിരിക്കുകയാണ്. ഇവിടെ മുതൽ പിന്നെ അവർ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം മേവറം ഭാഗത്തെ ഫ്ലൈ ഓവറിനകത്തോട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇപ്പം 2 സൈഡിലും നമുക്കിപ്പം റിട്ടേണിംഗ് വാൾ ഉയർത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. മാത്രമല്ല മണ്ണിട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി തുടങ്ങിയിരിക്കുകയാണ്. ഇത്രത്തോളം പണി നമ്മൾ മേവറം ഭാഗത്തോട്ട് വരുമ്പോഴും പുരോഗമിച്ചിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വലത്തെ സൈഡിൽ സർവീസ് റോഡ് ഇങ്ങനെയാണ് പോകുന്നത്. വളഞ്ഞ് കൊല്ലം ബൈപ്പാസിലോട്ട് കയറി പോവാണ്. മാത്രമല്ല നമുക്കിപ്പം ഗർഡറുകൾ കൊണ്ടുവന്നേക്കുന്ന 2 വണ്ടി അവിടെ നമുക്കിപ്പം സർവീസ് റോഡിൽ കാണാൻ പറ്റും. അപ്പം അത് ഉയർത്തി വെക്കുന്നതിന് വേണ്ടിയിട്ട് ക്രെയിൻ അവിടെ 2 എണ്ണം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതും കാണാൻ പറ്റും. ഇപ്പം 2 ദിവസത്തിനുള്ളിൽ ഈ ഗർഡറുകൾ ഉയർത്തി അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കും. പിന്നെ പണി ശടപട ആയിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള അപ്ഡേറ്റ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.